ഡോക്ടർ ബി ജയരാജ്, ഈ പിണറായി വിജയൻ ഒരു ഏകാധിപതിയാണെന്ന ആക്ഷേപം മറ്റു പാർട്ടികൾ വയ്ക്കുന്നുണ്ട്, സ്വന്തം പാർട്ടിക്കാർ അടക്കി പറയുന്നുമുണ്ട്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ പത്തനംതിട്ടയിലെ ഒരു ഏരിയ കമ്മിറ്റി അംഗം രാജു എബ്രഹാമിൻ്റെ ചിത്രം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ട് ഒരു കമൻ്റ് അടിച്ചു. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്ന്. അതായത് സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകതയുണ്ടായിരുന്നു എന്ന് ഉറക്കെ പറച്ചിൽ. ഇന്ന് മറ്റൊരാൾ തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പറയുന്നു വിമർശിക്കുന്നവർ ശത്രുക്കളല്ല എന്ന്. അങ്ങനെ അവിടെ ചില തിരുത്തലുകൾ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉറക്കെ കേൾക്കുന്നുണ്ട് സാർ. അത് തിരുത്തലായി കണ്ട് പരിഗണിക്കാൻ പറ്റാത്തത്ര വിധം ഒരാൾ ഇങ്ങനെ മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചറിയാത്തത്? ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇതിപ്പം പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള വേദികളുണ്ട്. ആ വേദികളിൽ ചർച്ചകൾ നടക്കും. അത് ബ്രാഞ്ച് തലം തൊട്ട് ലോക്കൽ തലം തൊട്ട് ഏരിയ തലം തൊട്ട് ജില്ലാ തലം തൊട്ട് സംസ്ഥാന തലം, പിന്നെ സെൻട്രൽ കമ്മിറ്റി, പിന്നെ പോളിറ്റ് ബ്യൂറോ, അങ്ങനെയാണല്ലോ ഘടന. അതിന് ഓരോ ഘടനയിലും രാവോളം ഇരുട്ട് വെളുക്കോളം ഒക്കെ ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. ഇതിനേക്കാളും നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഭീകരമായ വിമർശനങ്ങളും എല്ലാ നേതാക്കന്മാരെ കുറിച്ചും ഉണ്ടാവാറുണ്ട്. അതൊന്നും നടക്കുന്നില്ല, ഉൾപാർട്ടി ജനാധിപത്യം ഇല്ല, ഒന്നുമില്ല എന്നൊന്നും കരുതരുത്. അങ്ങനെ ഒരു ഇരുമ്പുമറയിലുള്ള പാർട്ടിയൊന്നും അല്ല ഇത്. ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതിനനുസരിച്ച് നടപടിയെടുത്തിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്, ഓപ്പണായിട്ട് ഈ സാധനമായിട്ട് അലക്കുന്നത് എന്തിനാണ് എന്നതൊരു പ്രധാനപ്പെട്ട, അത് പാർട്ടി അച്ചടക്കത്തിന്, അതായത് ലോക്കൽ കമ്മിറ്റി മെമ്പർ, ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഒക്കെ അയാളുടെ വ്യക്തിപരമായ ഇഷ്ടമായിരിക്കും. രാജീവ് എബ്രഹാമിനോട് അല്ലെങ്കിൽ മറ്റേ തിരുവല്ലയിലെ അങ്ങേർക്ക് അതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടാവും. ആ വ്യക്തി താല്പര്യത്തിന് ഉപരിയാണല്ലോ പാർട്ടി താല്പര്യം. അപ്പൊ പാർട്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനേക്കാൾ ഭേദമാണ് രാജീവ് എബ്രഹാം. രാജീവ് എബ്രഹാം നല്ല നേതാവാണ്, മന്ത്രിയാവാൻ യോഗ്യനായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയാവേണ്ടുന്ന ആളാണെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട നേതാവാണ്. തോമസ് ഐസക്ക് അതുപോലെ തന്നെ പാർലമെന്റ് മെമ്പർ ആവാനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു ഇവിടുന്ന് വിട്ടതിൽ. അതിനകത്തൊന്നും യാതൊരു എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം അത് പറയേണ്ടുന്ന വേദികളുണ്ട്. ആ വേദികളിൽ പറയുക, അത് ആരെ വേണമെങ്കിലും വിമർശിക്കാമല്ലോ. ഇപ്പൊ എല്ലാവരും അങ്ങ് പഞ്ചവുച്ച അടക്കിയിരിക്കുക എന്നാണ് വിചാരം. അല്ല, ഇപ്പൊ ഈ വിമർശനത്തിന്റെ ആഴം കൂടുന്നത് എന്താണെന്നറിയോ? വിമർശനത്തിന്റെ ആഴം കൂടുന്നത് എല്ലാ CPM-കാരും നവമാധ്യമങ്ങളിലൂടെ അല്ലാത്ത വേദികളിലൊക്കെയും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കോൺഗ്രസ്സുകാരിടുന്നത് കാക്കിക്കളസമാണ് എന്ന്, കാവിക്കളസമാണെന്ന് പറയും. പക്ഷേ അണികളുടെ വോട്ട് ഇപ്പോൾ അധികവും പോയത് BJPക്ക് പോയത് CPM-ൻ്റെതാണ്, ഇടതുകക്ഷികളുടേതാണ്. വി ശിവൻകുട്ടി എത്രമാത്രം പിന്നിലേക്ക് പോയെന്നറിയോ? മന്ത്രി ബിന്ദുവിന്റെ മണ്ഡലത്തിൽ എത്രമാത്രം പിന്നോട്ട് പോയെന്നറിയോ? കഴക്കൂട്ടത്ത് മുൻ മന്ത്രിയുടെ മണ്ഡലത്തിൽ എത്രമാത്രം അവിടെയെല്ലാം ഒന്നാമതെത്തിയത് ആറ്റിങ്ങൽ പോലും, ഇടത് കോട്ടയെന്നറിയപ്പെടുന്ന ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ പോലും ഒന്നാമത് വന്നത് BJP ആണ്. തെരഞ്ഞെടുപ്പ് അടക്കുമ്പോഴും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് അടക്കുമ്പോഴും നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് അടക്കുമ്പോഴും ലോക്കൽ ബോഡി പൊളിറ്റിക്സിന്റെയും മൂന്നിന്റെ പൊളിറ്റിക്സ്. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തിന് ഇത്രയേറെ വോട്ട് ചോർച്ച BJPക്ക് വേണ്ടി, അതാണ് ചിന്തിക്കേണ്ടത്. ഞാൻ പറയുന്നത് കോൺഗ്രസിലേക്ക് നിങ്ങളുടെ വോട്ടുകൾ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നല്ല. ആ കാലമൊക്കെ പോയി സാർ. അരിവാൾ ചുറ്റിയ നക്ഷത്രം കാണുമ്പോൾ പോയി അറിയാതെ കുത്തിപ്പോകുമെന്ന കാലം കഴിഞ്ഞുവെന്ന സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിലൊരു സംശയവും വേണ്ട. അങ്ങനെയൊന്നും സൂചനയൊന്നുമില്ല. അറിയാതെ ആളുകളെ വിലയിരുത്തി തന്നെ വോട്ട് ചെയ്താൽ മതി. പിന്നെ BJP എങ്ങനെയാണ് ഒരു ഓപ്ഷൻ ആയത്? CPM-കാർക്ക് BJP ഒരു ഓപ്ഷൻ ആയത് എങ്ങനെയാണ്? അവിടെ ഒരു സ്പേസ് ഉണ്ടായത് എങ്ങനെയാണ്? CPM-കാർക്ക് BJP ഓപ്ഷൻ ഒന്നും ആയിട്ടില്ല. കോൺഗ്രസ്സുകാർക്ക് BJP ഈ പറഞ്ഞ തൃശ്ശൂരിൽ പോലും, ഞാൻ ഒന്നുകൂടി ഇടപെടുകയാണ്, ഈ പറഞ്ഞ തൃശ്ശൂരിൽ പോലും പറയുന്നുണ്ട് മുരളീധരന്റെ വോട്ടാണ് കുറഞ്ഞത്, TN പ്രതാപൻ പിടിച്ച വോട്ടിന്റെ 80,000-ഓളം വോട്ടുകൾ മുരളീധരന് കിട്ടിയില്ലെന്ന്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ആർക്കാണ്? MLA-മാർ ആർക്കാണ്? 1.5 ലക്ഷത്തോളം വോട്ടാണ് കുറഞ്ഞത്. അതെവിടെ പോയി? 12,000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതലാണ് ഇടതുപക്ഷത്തിന്റെ അവിടെ കിട്ടിയത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോഴല്ലേ? നിയമസഭയായിട്ട് താരതമ്യം ചെയ്യുമ്പോഴോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുന്നേ, ഇത് എന്തൊരു കമ്പാരിസനാ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അടുത്ത തവണ മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പല്ലേ കോൺഗ്രസുമായി ചേർന്ന് മത്സരിക്കും. ലോക്സഭയിൽ വേറൊന്നാണല്ലോ, ലോക്സഭയിൽ വേറൊന്നാ, ഇന്ത്യ മുന്നണിയാണല്ലോ, അങ്ങനെ മത്സരിച്ചൂടെ? 2-2 അത് മത്സരിക്കാന്നുള്ളത് നരേന്ദ്രമോദിയെ പുറത്താക്കുക, നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരുമിച്ച് നിൽക്കുക എന്നുള്ള ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 400 പാറൊന്നും പോവാതെ ഇത്രയെങ്കിലും പിടിച്ചു കെട്ടാൻ പറ്റിയത്. അതുകൊണ്ടാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടായത്. അല്ലെങ്കിൽ ഈ ഒരു പ്രഭാവത്തിനകത്ത്, ഈ ഒരു പ്രൊപ്പഗണ്ടയ്ക്കകത്ത് വീണുപോയനായിരുന്നു. അതാണ് അതിന്റെ വാസ്തവമേ.
അത് നമ്മൾ കാണാതിരുന്നുകൂടാ. പിന്നെ നിരന്തരമായി ഈ മാധ്യമങ്ങൾ വഴി നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്ന വാർത്തകൾ, സത്യവും അസത്യവും, നമ്മൾ എപ്പോഴും പറയാറില്ലേ, നമ്മൾ പോസ്റ്റ് ട്രൂത്ത് ഇറയിലാണ് ജീവിക്കുന്നത്. എന്താണ് സത്യം എന്താണ് അസത്യം എന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ വീണ്ടും നുണവാർത്തകളും കെട്ടുകഥകളും കെട്ടിച്ചമച്ച് പുറത്തേക്ക് വിട്ട് അങ്ങനെ ആളുകളുടെ ഇടയിൽ ഒരു ട്രെൻഡ്, ഓരോ കഥാപാത്രങ്ങളും ഓരോ സമയത്തും കൊണ്ടുവരും. ആ കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ട് ജനങ്ങളുടെ സെന്റിമെന്റ്സിനെ, എലക്ഷൻ എന്ന് പറയുന്നത് ഇമോഷണൽ സെന്റിമെന്റ്സിനെ വർക്ക്ഔട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. അന്നേരം പല ആളുകളും വരും. പെൻഷൻ കിട്ടാത്ത ഒരു മറിയ ചേച്ചി വരും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു പുതിയ കഥാപാത്രത്തിനെ കൊണ്ടുവരും, അല്ലെങ്കിൽ 6ാം വാർഡിൽ കിടക്കുന്ന ഒരു രോഗിയുണ്ട് കൊണ്ടുവരും. ഇതൊക്കെ എത്ര നാളുണ്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ജനങ്ങളുടെ ഇമോഷണൽ പാറ്റേണിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങൾ കുറെ നാളായിട്ട് നടത്തുന്നുണ്ട്. നല്ല കാര്യങ്ങൾ എത്ര എടുത്ത് പറയാറുണ്ട്? വളരെ കുറച്ച് മാത്രമാണ് പറയുന്നത്. നല്ല പ്രവർത്തികൾ എത്ര ചൂണ്ടിക്കാണിക്കാറുണ്ട്? ഒന്നും ചൂണ്ടിക്കാണിക്കാറില്ല തന്നെ. എന്ത് ചെയ്താലും കുറ്റം, എങ്ങനെ ചെയ്താലും കുറ്റം, ഇങ്ങനെ അടച്ചാക്ഷേപിക്കലല്ലാതെ കുറെ നാളുകൊണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയല്ലേ. ഇടതുപക്ഷക്കാർ തന്നെ തിരുത്തി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങയിലേക്ക് വരാം.